ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്വാമികളെ കാണാൻ എത്തിയിരിക്കുകയാണ് രാജലക്ഷ്മിയും മാലതിയും. എന്നാൽ ഇന്ന് സന്ദർശകരെ കാണിക്കാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ ആ ശിഷ്യൻ പറയുന്നത്. ഒത്തിരി ദൂരത്തുനിന്ന് വന്നതാണോ എന്ന് ചോദിക്കുന്നു. കുറച്ച് ദൂരത്തുനിന്നാണ് എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, നിൽക്കൂ, ഞാനിന്ന് സ്വാമിയോട് ചോദിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം അനുവാദം ചോദിക്കാനായി പോകുന്നു. സ്വാമികൾ ചെല്ലാൻ പറഞ്ഞു എന്ന് അദ്ദേഹം വന്ന് പറയുന്നുണ്ട്. സന്തോഷത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പുകയാണ് രാജലക്ഷ്മി. ഇപ്പോൾ സ്വാമിയുടെ മുന്നിൽ മാലതിയും രാജലക്ഷ്മിയും ഇരിക്കുന്നു. വന്നപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പേര് രാജലക്ഷ്മി അമ്മ, വീട്ടുപേര് ചെമ്പകമംഗലം. അതിശയത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് രണ്ടുപേരും. അതേന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാം മനക്കണ്ണിലൂടെ കാണുന്നു. എല്ലാവരുടെയും മുഖവും മനക്കണ്ണിൽ കാണുകയാണ് അദ്ദേഹം. നിങ്ങളുടെ തറവാട്ടിൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ. മൈഥിലിയുടെ മുഖം ആലോചിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു കാര്യം പറയേണ്ടി വന്നത്. എന്നാൽ അവർ വിചാരിക്കുന്നത് മീനാക്ഷിയാണെന്നാ, കൊച്ചുമകന്റെ ഭാര്യാസ്ഥാനത്തുള്ള സ്ത്രീ. അവൾ ആ തറവാട് മുടിക്കും എന്ന് പറഞ്ഞു. എന്നാൽ രാജലക്ഷ്മിയുടെ മനസ്സിൽ മീനാക്ഷിയാണ് തെളിഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, മീനാക്ഷി അവളാണ് ചെമ്പകമംഗലത്തെ ശത്രു എന്ന് മാലതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, തറവാടിന്റെ പരമ്പരാഗതമായ ആ സ്വത്ത് നഷ്ടപ്പെടാൻ പ്രധാന കാരണം കൊച്ചുമകന്റെ ഈ ഭാര്യയാണ്. മൈഥിലിയാണ് വീണ്ടും വീണ്ടും അദ്ദേഹം മനക്കണ്ണിലൂടെ കാണുന്നത്. നിങ്ങളുടെ തറവാട്ടിലെ പേരക്കുട്ടിയും അവൾ ആപത്തിൽപ്പെടുത്തി. ഇദ്ദേഹം പറയുന്നത് 100% ശരിയാണല്ലോ അമ്മേ, മീനാക്ഷി തന്നെയാണ് എന്ന് മാലതി പറയുന്നു. ഇവളോടൊപ്പമാണ് കുഞ്ഞ് ജീവിക്കുന്നത് എങ്കിൽ കുഞ്ഞിന് മരണമായിരിക്കും ഫലം. കയ്യിൽ കൊണ്ടു നടക്കുന്നത് തീയാണ്. മറ്റുള്ളവരെ സംഹരിച്ചതിന് ശേഷം ആളിക്കത്തി അവസാനിക്കും. തീ പോലെയാണ് ഈ സ്ത്രീ. തീ ശുദ്ധി വരുത്തും, പക്ഷേ സർവ്വതും നശിപ്പിക്കുകയും ചെയ്യും. ഈ സ്ത്രീ സർവ്വസംഹാരിയായ തീയാണ്. നാശം മാത്രമേ വിതയ്ക്കൂ, എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്തുകൾ മാത്രം. ഇതേസമയം മീനാക്ഷി കാണിക്കുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി. അപ്പോഴാണ് കാർത്തി അവിടേക്ക് വന്നത്. ഇതുകൊള്ളാലോ, എല്ലാവരുടെയും നിന്നും മാറി നിന്ന് ഇവിടെ നിന്ന് കരയുവാണോ? എന്താ ഇത് മുത്തശ്ശി? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അരയ്ക്ക് നമ്മൾ കാര്യമായിട്ടെടുത്താൽ അതിങ്ങനെ പോകും എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, മുത്തശ്ശിക്ക് എന്നോട് വെറുപ്പ് തന്നെയാണ് കാർത്തിയേട്ടാ. ഞാൻ കരുതി അതൊക്കെ മാറുമെന്ന്, പക്ഷേ ഒരിക്കലും അത് മാറത്തില്ല. മാറാതെ എവിടെ പോവാനാ മീനാക്ഷി? ദേ, എൻ്റെ മീനാക്ഷിയോട് ആർക്കാ വൈരാഗ്യം സൂക്ഷിക്കാൻ കഴിയുന്നത്? മുത്തശ്ശി പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്ക്. ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മാത്രമായി കിട്ടിയില്ലേ? കുറെ കഷ്ടകാലങ്ങളെല്ലാം പോയി കിട്ടിയില്ലേ എന്നൊക്കെ കാർത്തി പറയുന്നു. ഒരു കഷ്ടകാലവും പോയിട്ടില്ല കാർത്തിയേട്ടാ, എൻ്റെ മനസ്സിന് പേടിയാണ്. കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ ആപത്തുകൾ വരാൻ പോകുന്നു എന്നതുപോലെ ഇനി ഒന്നും വരാൻ പോകുന്നില്ല. ഈ പ്രായത്തിൽ തന്നെ എൻ്റെ മീനാക്ഷി എന്തെല്ലാം അനുഭവിച്ചു, അതിൽ കൂടുതൽ ഒന്നും ഇനി വരാൻ പോകുന്നില്ല എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി സങ്കടത്തോടെ പറയുന്നുണ്ട്, എനിക്കാകെ നിരാശ തോന്നുകയാണ് കാർത്തിയേട്ടാ. ഞാൻ പലരുടെയും കണ്ണിലെ കരട് തന്നെയാണ്. ഒക്കെ ഒരു തോന്നലാണെന്ന് കാർത്തി. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നീ എൻ്റേതാണ്, എനിക്ക് മാത്രം സ്വന്തമായ മീനാക്ഷി. നിനക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മൂടോട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നിട്ടാണ് അത് മനസ്സിലേക്ക് ഇങ്ങനെ ഇരുട്ടും നെഗറ്റീവും ഒക്കെ വരുന്നത്. നമുക്ക് പുറത്ത് പോയിന്ന് കറങ്ങിയിട്ട് വന്നാലോ? അപ്പോൾ നിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറും എന്ന് കാർത്തി പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് മീനാക്ഷി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വാ എഴുന്നേക്കെന്ന് പറഞ്ഞ് മീനാക്ഷി നിർബന്ധിക്കുകയാണ് കാർത്തി. വേഗം റെഡിയായി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വാ, നമുക്ക് വേഗം പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് കാർത്തി പോകുന്നു. ഇപ്പോഴും വിഷമത്തോടെ തന്നെയാണ് മീനാക്ഷി ഇരിക്കുന്നത്. ഇതേസമയം വൈശാഖിൻ്റെ കുറേ ഫ്രണ്ട്സ് വൈശാഖിനോട് പറയുന്നുണ്ട്, നിനക്ക് കിട്ടിയതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം, ഞങ്ങളിലെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് അവരെ കാർത്തിയും മീനാക്ഷിയും സ്കൂട്ടറിൽ പോകുന്നത് കാണുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോകാം മീനാക്ഷി, തൻ്റെ മൂടോട്ട് മാറണം എന്ന് കാർത്തി മീനാക്ഷിയോട് പറയുന്നു. ഇതേസമയം ആ സ്വാമിയെ കാണിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും മനക്കണ്ണിലൂടെ മൈഥിലിയുടെ മുഖമാണ് കാണാൻ സാധിക്കുന്നത്. അപശകുനങ്ങളും ദുർനിമിത്തങ്ങളും അനവധി പ്രാവശ്യം കണ്ടിട്ടും ഇതുവരെ ഇങ്ങനെയൊരു പ്രതിവിധി തേടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് ക്ഷമിക്കണം സ്വാമി എന്ന് രാജലക്ഷ്മി. ഇതിന് അമ്മ അർത്ഥം മറിച്ച് തീരുമാനങ്ങൾ എടുക്കാറില്ലെന്ന് മാലതി അദ്ദേഹത്തോട് പറഞ്ഞു. തീരുമാനമെടുക്കണം, കൊച്ചുമകന്റെ ഭാര്യയായി പോയി എന്ന് കരുതി തീരുമാനമെടുക്കാൻ വൈകരുത്. കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ആ സ്ത്രീ ഇരുട്ടാണ്, ഇരുട്ടിന്റെ ശക്തി പിശാച് എന്നൊക്കെ പറയാം. അപകടവും മരണവും അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ്. നിങ്ങളുടെ തറവാട്ടിലൊരു ദുർമരണം സംഭവിച്ചു കഴിഞ്ഞു. ജയറാമിന്റെ മുഖം രാജലക്ഷ്മി ഓർക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്നും രാജലക്ഷ്മി പറയുന്നു.
അനുഭവങ്ങളേറെ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നത് കഷ്ടമാണ്. കൊച്ചുമകനുമായിട്ടുള്ള അവളുടെ വിവാഹബന്ധം എത്രയും പെട്ടെന്ന് പിരിക്കണം, ഇല്ലെങ്കിൽ ആ മരണവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതേസമയം മീനാക്ഷിയും കാർത്തിയും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കാർത്തി മീനാക്ഷിയോട് പറയുന്നു, എന്താടോ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറയടോ. കാർത്തിയേട്ടൻ വണ്ടി ഓടിക്കുകയല്ലേ എന്ന് മീനാക്ഷി പറയുമ്പോൾ, അതിനെന്താ, ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ എൻജോയ് ചെയ്യണം, അതിനെ താൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ കാർത്തി. എനിക്ക് പഴയ മീനാക്ഷിയാണ് ഇഷ്ടം, എപ്പോഴും ചിരിച്ച് കളിച്ച് പിറകെ നടക്കുന്ന മീനാക്ഷി. എന്ത് സ്മാർട്ടായിരുന്നോ താൻ, ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വാടോ എനിക്ക് കാർത്തി പറയുമ്പോൾ മീനാക്ഷി കാർത്തിയോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട്. മീനാക്ഷി ഉറക്കം വരുന്നുണ്ടോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, ഇല്ല, സ്നേഹം തോന്നുന്നുണ്ടെന്ന്. ഇത് കേട്ട് കാർത്തി സന്തോഷത്തോടെ പറയുന്നു, വെരി ഗുഡ്, എൻ്റെ മീനാക്ഷി എന്നും എന്നോടൊപ്പം ഇങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകില്ലെന്ന് കാർത്തി പറയുന്നു. ഇതേസമയം സ്വാമി രാജലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് അമ്മയ്ക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. രാജലക്ഷ്മി പറയുന്നു, വിശ്വാസമായി സ്വാമി, ഇതിന് മറ്റ് പരിഹാരമില്ലേ എന്ന് ചോദിക്കുന്നു. നമുക്ക് അർബുദം പോലെയുള്ള മഹാവ്യാധികൾ വന്നാൽ എന്താ ചെയ്യുന്നത്? ആ ഭാഗം മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ വേർപിരിച്ച് കളയും, അതുപോലെ മുറിച്ചു മാറ്റണം. അപശകുനമായ മരുമക്കളെ പുറത്താക്കി തറവാട്ടിൽ ശുദ്ധികലശം നടത്തണം. ശുദ്ധികലശം എന്ന് പറഞ്ഞ് വലിയ ചടങ്ങൊന്നും വേണ്ട, ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പുണ്യാഹം വാങ്ങി തളിച്ചാൽ മതിയാകും. എന്നിട്ട് കൊച്ചുമകന് ആചാരപ്രകാരം മറ്റൊരു വിവാഹം നടത്തി കൊടുക്കണം. നിലവിലുള്ള മരുമകളെ വീട്ടിൽ നിന്ന് പുറത്തായില്ലെങ്കിൽ സർവനാശമായിരിക്കും പരിഹാരം. ഇതിനപ്പുറം ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയില്ല. ദക്ഷിണ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നു, വേണ്ട, ഇതിനൊന്നും ഞാൻ പ്രതിഫലം വാങ്ങാറില്ല. അങ്ങനെ ഇപ്പോൾ രാജലക്ഷ്മിയും മാലതിയും അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. ഇതേ സമയം വളരെ പെട്ടെന്ന് തന്നെ ആ വൈശാഖിന്റെ ആൾക്കാർ കാർത്തിയുടെ വാഹനത്തിലിടിക്കുന്നു. കാർത്തിയുടെ തല ചെന്നിടിച്ചത് ഒരു കല്ലിൽ തന്നെയാണ്. മീനാക്ഷി കാർത്തിയുടെ അരികിലേക്ക് ചെന്നു. കാർത്തിയേട്ട എന്ന് വിളിച്ച് കരയുകയാണ്. ഇതൊക്കെ അദ്ദേഹം മനക്കണ്ണിലൂടെ കാണുന്നു. ഇടിച്ചവർ വണ്ടിയുമായി പോവുകയും ചെയ്തു. ആൾക്കാർ വന്ന് നോക്കുമ്പോൾ കാർത്തിക്ക് ബോധമില്ല. ഉടൻ തന്നെ അദ്ദേഹം നിൽക്കൂ എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയുടെ അരികിലേക്ക് വീണ്ടും ചെന്നിട്ട് പറയുന്നു, ഈ അടുത്ത ദിവസമെങ്ങാനും നിങ്ങളുടെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചുപോയോ? ഇല്ല എന്ന് അവർ പറയുമ്പോൾ, എന്നാൽ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ആരെന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അതെന്നോട് ചോദിക്കരുത്. നാം നമ്മുടെ ദിവ്യ ദൃഷ്ടിയിൽ കാണുന്നത് ഒരിക്കലും തെറ്റാറില്ല. ചിലപ്പോൾ ആരെങ്കിലും ബന്ധുക്കളാകാം, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകുന്നു. ഇതേസമയം തന്നെ മീനാക്ഷിയുടെ അരികിലേക്ക് ഒരു കാറ് വരികയും അവരോട് മീനാക്ഷി ഒരു ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ കാർത്തി അവർ വണ്ടിയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ രാജലക്ഷ്മിയെ ഡ്രൈവറോട് ഒന്ന് പെട്ടെന്ന് പോകാൻ പറയുമ്പോൾ മാലതി കിടന്ന് ബഹളം വെക്കുകയാണ്, പതുക്കെ പോയാൽ മതി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. തറവാടിൻ്റെ മഹത്വത്തിനെ കുറിച്ചും മാലതി പറയുമ്പോൾ രാജലക്ഷ്മിക്ക് പറയാനൊന്നുമില്ലാതെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഈ സമയം കാർത്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. അവർ വളരെ സങ്കടത്തോടെ കാർത്തിയെ കൊണ്ട് പോവുകയാണ് മീനാക്ഷി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.